വലിയ മൂക്കണ്ട വേണ്ട. അപ്പം അധികം ഉള്ളി മൂപ്പിക്കണ്ട, ഒരു പാർഷ്യൽ മതി, ഇതൊന്ന് സോഫ്റ്റായാൽ മതി. ഞാൻ എന്തായാലും എക്സ്പേർട്ടാന്ന് നോക്കിയാൽ ഒരു ഡിഷ് കണ്ടു കഴിഞ്ഞപ്പോൾ ഹോട്ടലായാലും ഒന്ന് അജിതയെ ശ്രദ്ധിക്കുക, സ്പെഷ്യൽ ഡിഷസ് ഒന്നും കാണിച്ചു കൊടുക്കാൻ. നമ്മൾ ഈ ഹോട്ടലിൽ കയറുമ്പോഴൊക്കെ പ്രത്യേക ടേസ്റ്റ് ഉള്ളത് ആ വീട്ടിൽ ചെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്കൊന്ന് ഈ ചില്ലി ബീഫ് എന്ന് പറഞ്ഞിട്ടിരിക്കല്ലേ നമ്മുടെ തന്നെ ഇവിടുത്തെ പച്ചമുളക് ഇടുന്നത്, അല്ലെങ്കിൽ പച്ചമുളക് അവർ ഇടത്തില്ലല്ലോ, നോർമലി സോസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ ഇപ്പം ഇതാ നിറമൊക്കെ മാറി ഒരു മഞ്ഞ നിറമൊക്കെ വന്നു തുടങ്ങി. ഇനി ബീഫ് ഇടാം ഇന്നത്തിനല്ലേ? ഓക്കെ, അപ്പോൾ വറുത്ത് വെച്ച ബീഫ് നമുക്ക് ഈ ബീഫ് ചിലർ നല്ല നീളത്തിൽ കട്ട് ഇത് പല രീതിയിൽ കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ സാധാരണ ബീഫ് ചില്ലി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യും. അതിപ്പം അവിടെ പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. ഈ കടയിലൊക്കെ പറഞ്ഞാൽ ബീഫ് ചില്ലിക്കുള്ള നീളത്തിൽ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ തരും. ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത്. ഇത് ബീഫിൻ്റെ പ്രത്യേകത ഇടയ്ക്ക് വന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. ആദ്യം നമ്മൾ ബീഫ് ഒരു 200 ഗ്രാം ബീഫുണ്ടത്. ബീഫിന് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് കുറച്ച് വിനിഗർ ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കത്തക്ക കുക്കർ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു. ആ വേവിച്ചെടുത്തതിന് നമ്മൾ പിന്നെ മൈദ മാവിലിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എണ്ണയിൽ വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചതാണിത്. അതിനിപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ചേർത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളം മതിയോ? ഈ ഘട്ടത്തിലാണ് തീരുമാനിക്കേണ്ടത് ലൂസാവണോ തിക്കാവണോ എന്നല്ലേ. ഇതൊരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. ഇതെല്ലാം കൂടെ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ബീഫിൻ്റെ കാര്യം പറഞ്ഞു. സവാള അതുപോലെ നമ്മൾ ആ ബീഫ് വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ആദ്യം സവാള ഇട്ടു. സവാള ഒന്ന് ഇട്ട് ഒന്ന് ഉടച്ചതിന് ശേഷം അതിൻ്റെ പച്ചമുളകും കരിവേപ്പില ഇട്ടു. അതൊന്ന് ലൂസാണ്, ഒരുപാട് നമ്മളങ്ങ് മൂപ്പിക്കരുത്. ചില്ലി ഇത് ഈ ചൈനീസ് പ്രിപ്പറേഷനിലൊക്കെ ഉള്ള ബേസ് തന്നെ ഒരുപാട് മൂപ്പിച്ചെടുക്കില്ല. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ തന്നെ നമ്മൾ ക്യാപ്സിക്കം കൂടെ ഇട്ടു. ക്യാപ്സിക്കം ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു, അത് ചുമ്മാ നമ്മൾ കഷ്ണമായിട്ടെല്ലാം ഇടുന്നത്, ഒന്ന് അരച്ചെടുത്തിട്ട് ആ പേസ്റ്റാണ് ഇട്ടേക്കുന്നത്. അത് ചേർത്ത് അതിൻ്റെ പച്ചപ്പ് മണം ഒന്ന് മാറി
നല്ല മൂത്ത മണം വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് അതിൻ്റെ നിറം ഒന്ന് വാടി അത് അതിൻ്റെ കഥകഥ എന്നുള്ള ഒരു ഭാഗം മാറി ഒന്ന് സോഫ്റ്റായ സമയത്ത് നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ബീഫും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിരിക്കുക ഒരു 10 മിനിറ്റ്. ഇതൊന്ന് എല്ലാം കൂടെ അലിഞ്ഞ് ചേരാനല്ലേ, വേവാനല്ല, ഓൾറെഡി വെന്ത് കഴിഞ്ഞു, അതിനെ വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് എല്ലാം കൂടി ചേരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെച്ചിരിക്കാം.